കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത കേട്ടു. ആ വാർത്ത കേട്ടപ്പോൾ അത്രമേൽ എനിക്ക് മനസ്സിൽ അങ്ങനെയൊന്നും പതിഞ്ഞില്ല. പക്ഷേ ഇന്ന് ആ വാർത്തകളെ വീണ്ടും വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി. അത് പങ്കുവെക്കപ്പെടണമല്ലോ എന്ന് തോന്നി. അതിന് കാരണമായത് KC വേണുഗോപാൽ എന്ന നമ്മുടെ ആലപ്പുഴ MP ഫേസ്ബുക്ക് പേജാണ്. ആ പേജിൽ അദ്ദേഹം ആദ്യ വരിയായി കുറിച്ചത് ഇങ്ങനെയാണ്: ഹിമാചലിലെ മഞ്ഞുമലയിൽ നിന്ന് ബന്ധുക്കൾക്കടുത്തേക്കെത്താൻ, ജന്മനാട്ടിലേക്കെത്താൻ തോമസ് ചെറിയാന് നീണ്ട 56 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ, എയർഫോഴ്സിലെ ഒരു ക്രൂ ആയിരുന്ന തോമസ് ചെറിയാൻ എന്ന ആൾ 56 വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹ ഭാഗം സ്വന്തം നാട്ടിലെത്തി സ്വന്തം വിശ്വാസപ്രകാരം ചർച്ചിൽ കബറടക്കം ചെയ്യപ്പെടുമ്പോൾ നമ്മളൊക്കെ പലപ്പോഴും ആവേശപൂർവ്വം പറയുന്ന ചില സംഗതിയുണ്ടല്ലോ, അങ്ങനെ കിട്ടി, ഇങ്ങനെ കിട്ടി, അർജുനെ ഇങ്ങനെ കിട്ടി, ഇന്നാര് പരിശോധിച്ചത് കൊണ്ട് കിട്ടി, മറ്റൊരു തപ്പിയത് കൊണ്ട് കിട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ സാങ്കത്യം ശരിയാണ്. കാരണങ്ങളായി നമ്മൾ കാണുന്നതൊക്കെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത് ലഭിക്കുന്നതിന് ഉടയതമ്പുരാൻ്റെ വിധി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് 56 വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിലെ മഞ്ഞുമലയിൽ നിന്ന് 4 അസ്ഥികൂടങ്ങൾ 4 മനുഷ്യരുടേതെന്ന് ഒടുവിൽ പരിശോധനകൾക്ക് ശേഷം കൺഫേം ചെയ്ത് ആ മൃതദേഹം നാട്ടിലെത്തി പൂർണ്ണ സൈനിക ബഹുമതികളോടെ അദ്ദേഹത്തിൻ്റെ വീരമൃത്യു സ്ഥിരീകരിച്ച് മടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്ന സൃഷ്ടാവിൻ്റെ തീരുമാനങ്ങളോട് പോലും നാം കടപ്പെട്ടിരിക്കുന്നു എന്ന ഒരു വിവേകം, ഒരു തിരിച്ചറിവ് നമുക്കുണ്ടായെങ്കിൽ നന്നായിരുന്നു. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വയസ്സുള്ളപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു വിമാനം ആൻ്റനോവ് 12 എയർക്രാഫ്റ്റ് തകർന്നു വീണ് 102 സൈനികർ വീരമൃത്യു പ്രാപിച്ചിരുന്നു. ഇത് ഉണ്ടാകുന്നത് 1968 മെയ് 7-നാണ്. ഈ വിമാനം പറക്കുന്നത് ചണ്ഡീഗഡിൽ നിന്നും ലേയിലേക്ക് പോകുമ്പോഴാണ് ഈ വിമാനം തകർന്നു പോകുന്നത്. ഈ വിമാനം തകർന്നു കഴിഞ്ഞിട്ട് അന്നത്തെ സാഹചര്യത്തിൽ എല്ലാ അന്വേഷണങ്ങളും അത്തരം കാര്യങ്ങളും എല്ലാം നടത്തിയതിന് ശേഷം ആ വിമാനത്തിൽ സഞ്ചരിച്ചിരുന്നവരെല്ലാവരും മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് OM തോമസ് എന്ന് പറയുന്ന ആ മനുഷ്യനും ഏലിയാമ്മ എന്ന് പറയുന്ന അമ്മയ്ക്കും ഉണ്ടായിരുന്നത് 5 മക്കളാണ്. ഈ മകൻ 18ാമത്തെ വയസ്സിലാണ് ആർമിയിൽ ചേരുന്നത്. ഇത് മൂത്ത മകനാണ്. ഈ മൂത്ത മകൻ മരണപ്പെടുമ്പോൾ 4 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. അതിൽ 3 സഹോദരങ്ങൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ തോമസ് വർഗീസ് എന്ന് പറയുന്ന അദ്ദേഹം ഹരിദ്വാറിലായിരിക്കുമ്പോഴാണ് ഈ പറയുന്ന വാർത്ത കേൾക്കുന്നത്. ഇദ്ദേഹം മരണപ്പെട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഈ 56 വർഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കേണ്ടത്, ഈ മൂത്ത മകൻ ഈ ഫോഴ്സിൽ ചേർന്ന 22 വയസ്സുള്ള ഈ മകൻ മരണപ്പെട്ട് അത് വളരെ വേദനയോടെ അന്വേഷിച്ച മാതാപിതാക്കളൊക്കെയും മണ്ണടിഞ്ഞു. മരിക്കുന്നതുവരെ അമ്മയ്ക്ക് അടക്കം ഈ മകൻ്റെ ഈ സൈനിക സേവനവുമായി ബന്ധപ്പെട്ട പെൻഷൻ അടക്കമുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിച്ചു എന്നാണ് ചില വാർത്തകളിലൊക്കെ കാണുന്നത്. പക്ഷേ 56 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കണ്ടെത്തുന്നത്. അത്രയും നാളെടുത്തു ഇത് കണ്ടെത്താൻ, അല്ലെങ്കിൽ അത്രയും നാളുകൾക്ക് ശേഷം ഇത് കണ്ടെത്തപ്പെട്ടു. ഇത് കണ്ടെത്തുമ്പോൾ ഇതിൻ്റെ പര്യവേഷണത്തെക്കുറിച്ചും ഇതിനു വേണ്ടി അന്വേഷിക്കുകയായിരുന്നു എന്നുമൊക്കെയുള്ള ഒത്തിരി വാർത്തകളൊക്കെ ഇതിൻ്റെ പിന്നിൽ പറയും. പക്ഷേ എങ്കിലും 56 വർഷം അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നത് ആ അന്വേഷണത്തിൻ്റെ പ്രക്രിയയ്ക്കപ്പുറത്ത് ഈ മൃതദേഹങ്ങൾ ഇങ്ങനെ അവരവരുടെ വിശ്വാസപ്രകാരമോ അവരവരുടെ മണ്ണിലേക്ക് മടങ്ങാനുള്ള ഉടയതമ്പുരാൻ്റെ നിശ്ചയം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ആർക്ക് സമ്മതിക്കാതിരിക്കാനാവും? നമ്മുടെ കൺമുന്നിൽ മുണ്ടക്കൈ മലയിൽ മണ്ണിനടിയിലും വീടിനടിയിലും കാറിലുമായി എത്രയോ മനുഷ്യർ പോയി. നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചു, പ്രാർത്ഥന ഉപയോഗിച്ചു, മലയാളികളെല്ലാവരും പോയെങ്കിലും എത്രയോ മനുഷ്യരാണ് ഇനിയും നമുക്ക് കിട്ടാനുള്ളത്. എന്നാൽ 72 ദിവസങ്ങൾക്ക് ശേഷം ഈ വലിയ ഒരു നദിയുടെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വാഹനമുയർത്തി ഒരു ഡ്രൈവറുടെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ലഭിച്ചു. അപ്പോൾ അത് ലഭിക്കുമ്പോൾ നമ്മൾ പറയും അത് പര്യവേഷണത്തിൻ്റെയാണ്, അവിടെ നിന്നവരുടേതാണ്, ഒക്കെ ശരിയാണ്, മനാഫിൻ്റേതാണ്, വാഹനം കൊണ്ടുവന്നവരുടേതാണ്, അവിടുത്തെ MLA-യുടേതാണ്. ഇവരെയൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴും ഇത് കിട്ടണമെന്ന് പറയുന്നൊരു വിധിയുണ്ടല്ലോ, ആ വിധിയുടെ ഉടമസ്ഥനായ വിധികർത്താവുണ്ടല്ലോ, ആ വിധികർത്താവിൻ്റെ തീരുമാനം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്.
അവിടെയാണ് കെ.സി. വേണുഗോപാൽ എഴുതിയ ഈ വരികളുടെ പ്രസക്തി. അതായത് ഹിമാലയത്തിൽ നിന്നും പത്തനംതിട്ടയിലേക്കുള്ള വീട്ടിലേക്കെത്താൻ 56 വർഷങ്ങളെടുത്തു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നീ ഇത് പറയുന്ന ഞാനോ അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നതിൽ എത്ര പേരന്ന് ജനിച്ചിട്ടുണ്ട്? പക്ഷേ ഇത്രയും കാലങ്ങൾക്ക് ശേഷവും അത് മടങ്ങി സഹോദരർ ഒക്കെ ചേർന്ന് പ്രാർത്ഥനാപൂർവ്വം അതിൻ്റെ കർമ്മങ്ങൾ നിർവഹിച്ചു. വളരെ ആവേശകരമായ വീരമൃത്യു നൽകുന്ന സല്യൂട്ട് നൽകി അദ്ദേഹത്തെ ക്രൈസ്തവ ദേവാലയത്തിൽ കബറടക്കുകയും ചെയ്തു. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്, ചിന്തിക്കുന്നവർക്ക് മാത്രം.